ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. അങ്ങനെ അടിച്ചു മോനെ, നമുക്കും ഒരു എണ്ണപ്പാടം എവിടെയാണെന്നല്ലേ ഓർമ്മയില്ലേ? അന്ന് അന്തമാൻ നിക്കോബാർ പ്രോജക്റ്റിനെ എതിർത്തുകൊണ്ട് രണ്ട് കൈയും പോക്കറ്റിലിട്ട് നടന്ന രാഹുലിനെ, അതെ, സോണിയയുടെയും രാഹുലിന്റെയും അതേ എതിർപ്പിനെ മറികടന്നുകൊണ്ട് അവഗണിച്ചുകൊണ്ടാണ് അന്തമാൻ നിക്കോബാർ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോയത്. അന്തമാൻ തീരത്ത് ഏകദേശം 15 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള കടലിൽ 355 മീറ്റർ വെള്ളത്തിന് 1900 മീറ്റർ കുഴിച്ചപ്പോഴാണ് എണ്ണയുടെ ശേഖരത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയത്. അതായത് നമ്മുടെ ഭാരതത്തിന് സ്വന്തമായി ഒരു എണ്ണപ്പാടം കണ്ടെത്തിയിരിക്കുന്നു. ആകെ 3 കിണറുകളാണ് കുഴിച്ചത്. അതിൽ 2 എണ്ണത്തിൽ ഗ്യാസ് അഥവാ ഓയിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഗ്യാസിന്റെ കലോറിയും അതിന്റെ ക്വാളിറ്റിയും ഈ എണ്ണ ഏതെല്ലാം ഭാഗത്ത് നിന്നാണ് ഉരുത്തിരിഞ്ഞു വരുന്നതെന്നും മനസ്സിലാക്കണം, കണ്ടെത്തണം. ഇനി ഇങ്ങനെ ഒരു എണ്ണപ്പാടം നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയാൽ നമ്മുടെ രാജ്യത്തിലേക്കുള്ള എണ്ണ ഇറക്കുമതി നിർത്തലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിലേക്ക്, നമ്മുടെ ഭാരതത്തിലേക്ക് 85% എണ്ണയും ഇറക്കുമതിയാണ് ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഒരു എണ്ണക്കിണർ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ സമ്പാദ്യം, അതായത് നമ്മുടെ ഭാരതത്തിന്റെ സമ്പാദ്യം നമ്മുടെ പോക്കറ്റിൽ തന്നെ ഇരിക്കും. അന്തമാൻ ബേസിനിൽ 371 മില്യൺ ടോൺസ് ഓഫ് ഇക്വലന്റ് എണ്ണ അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. എന്നാൽ ചിലരുടെ കണക്കുകൂട്ടലുകളിൽ 11.6 ബില്യൺ ബാരൽ ക്രൂഡ് വരെ കാണാം എന്നാണ് പറയുന്നത്. അന്തമാൻ മുതൽ ഇന്തോനേഷ്യ വരെയുള്ള ഈ കടൽ ബെൽറ്റ് ഇനി നമ്മുടെ ഭാരതത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും. കൂടാതെ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് 72,000 കോടിയുടെ തുറമുഖം, എയർപോർട്ട്, ടൗൺഷിപ്പ് ഒക്കെ ഇവിടെ കൊണ്ടുവരും. പക്ഷെ ഇത്രയും വികസനങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഏകദേശം 8.5 ലക്ഷം മരങ്ങൾ വെട്ടേണ്ടി വരികയും അതുപോലെ തന്നെ ഈ പ്രോജക്റ്റിന്റെ ഫലമായി വനങ്ങൾ നഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാതായാൽ ശാമ്പൻ വർഗക്കാർ കൂട്ടത്തോടെ പലായനം ചെയ്യുകയും ചെയ്യാം. എന്തായാലും പുതിയ പ്രോജക്റ്റിൽ കൂടി പുതിയ കണ്ടെത്തലുകൾ നടത്തുമ്പോൾ പതിവ് പോലെ വികസന വിരോധികളും മുന്നിൽ തന്നെയുണ്ട്. ഇവർ പരിസ്ഥിതി സ്നേഹികൾ എന്നാണ് പറയുന്നത്. ഒരു ഭാഗത്ത് കാടുകൾ വെട്ടരുത്, വനങ്ങൾ നശിപ്പിക്കരുത്, മരങ്ങൾ മുറിക്കരുത്, മറുഭാഗത്ത് രാജ്യത്തിന്റെ എനർജി വികസനം. എന്തായാലും അന്തമാൻ കടലിലെ ഓരോ തുള്ളിയും നമ്മുടെ ഭാരതത്തിന്റെ ശക്തി തന്നെയാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഗയാന 2015 എണ്ണയുടെ ഉറവിടം കണ്ടെത്തിയത്. ഇന്ന് ഗയാന ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി വളരുന്ന ഒരു രാജ്യമാണ്. ഓർക്കുക, അന്തമാൻ നിക്കോബാർ എന്ന ദ്വീപ് സമൂഹം ഒരിക്കലും ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല. അത് ആ ദ്വീപ് സമൂഹം നമ്മുടെ ഭാരതത്തിന്റെ സാമ്പത്തികമായ വളർച്ചയെ നന്നായിട്ട് തന്നെ സ്വാധീനിക്കുന്ന ഒരു ദ്വീപ് സമൂഹമാണ്. നമുക്കും പ്രാപ്തമാകട്ടെ ഒരു എണ്ണപ്പാടം. അല്ലെങ്കിൽ അതങ്ങനെയാണ്, നല്ല രാജാക്കന്മാർ ഭരണത്തിൽ വന്നാൽ ആ രാജ്യത്ത് ഐശ്വര്യം താനേ വരും. അതൊരു നഗ്ന സത്യമാണ്. മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റുടൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.